الإنسان أكثر شيء جدلا. ഈ വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് മനസ്സിലാവാൻ ആവശ്യമായതെല്ലാം വിശുദ്ധ ഖുർആനിന്റെ രചയിതാവ്, ഉടമസ്ഥൻ, അതിന്റെ വാക്കുകളുടെ ഉടമ അല്ലാഹുവാണെന്ന് ബോധിക്കാൻ അത് എന്നോ മരിച്ചുപോയി കാണും. ഡാർക്ക് മാറ്ററുകളായി നക്ഷത്രങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ അത്രമേൽ ദൂരത്ത് കിടക്കുന്ന ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള നക്ഷത്രത്തിന്റെ ആ പ്രകാശം ഇപ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത്. നമ്മൾ കാണുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന നക്ഷത്രമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നക്ഷത്രമാണ്. പ്രോക്സിമ സെഞ്ചുറിയുടെ അടുത്ത് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 4 വർഷം എടുക്കും. 4 വർഷം മുമ്പ് പുറപ്പെട്ടതാണ് നമ്മളിപ്പോ കാണുന്നത്. ഖുർആൻ ഇതിനെ കുറിച്ച് പറഞ്ഞു, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നക്ഷത്രങ്ങൾ എത്ര ദൂരെയാണെന്ന്, എത്ര ദൂരെയാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സാധനമാ സൂര്യപ്രകാശം. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ, മിനിറ്റിലല്ല, മണിക്കൂറിലുമല്ല, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ സൂര്യനിൽ നിന്ന് ആ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കും. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഓരോ സെക്കൻഡിലും 3 ലക്ഷം. അപ്പൊ 8 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 8 മിനിറ്റും 14 സെക്കൻഡും എടുത്തിട്ട് സൂര്യപ്രകാശം ഇങ്ങോട്ട് എത്തുന്നത്. ആ സൂര്യനെയാ നമ്മൾ കാണുന്നത്. നമ്മൾ കാണുമ്പോഴേക്കും ആ സൂര്യൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടാവും. സൂര്യൻ ഒരു നക്ഷത്രമാണ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞു തന്നിട്ടും മനുഷ്യൻ തർക്കിക്കുകയാണ്. فلا أقسم بمواقع النجوم. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. എത്ര ദൂരങ്ങളിലാണ് അല്ലാഹു കൊണ്ടുപോയി വെച്ചത്. ഇതൊരു അത്ഭുതമാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നിങ്ങൾക്കറിയുമെങ്കിൽ, അതിന് ശാസ്ത്രപരിജ്ഞാനം വേണം, പഠനങ്ങൾ, ഗവേഷണങ്ങൾ പുരോഗമിക്കണം. അത് പുരോഗമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാഹു സത്യം ചെയ്യുന്ന ഈ സത്യത്തിന്റെ പ്രസക്തി എന്താണ്. ഇൽമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് അത്ഭുതകരമായ പ്രതിഭാസമാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. ഇങ്ങനെല്ലാം ഖുർആൻ പറഞ്ഞു. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. എല്ലാം സുതാര്യമായി സ്പഷ്ടമായി വിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നതിന് ശേഷവും മനുഷ്യൻ തർക്കിക്കുകയാണ്. ദൈവമുണ്ടോ ഇല്ലയോ? ദുർദണ്ടായതാണോ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ഒരു കാര്യം ഉറപ്പാണ്, ജീവൻ എന്ന് പറയുന്ന സാധനം, നമുക്ക് ജീവനുണ്ട്, ചെടികൾക്ക് ജീവനുണ്ട്, സസ്യലതാദികൾക്കടക്കം ജീവനുണ്ട്. ജീവൻ, ലൈഫ് cannot emerge from a non-living thing. ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയില്ല എന്നത് ശാസ്ത്രീയ സത്യമാണ്. അതുകൊണ്ട് ജീവനുണ്ടായത് it should be from a source of life. ജീവുള്ള ഒരാളിൽ നിന്നേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിന്റെ അസ്തിത്വത്തിലേക്കാണ് ശാസ്ത്രം പോലും പഠിപ്പിക്കുന്നത്. വെറുതെ എവിടുന്ന ജീവൻ ഉണ്ടായത് വലിയ ചർച്ചയാണ്. ചിലർ പറയും കടലിന്റെ ഉള്ളിൽ നിന്നാണ്, ചിലർ പറയും അന്തരീക്ഷത്തിൽ നിന്നാണ്, ചിലർ പറയും മണ്ണിൽ നിന്നാണ്, ചിലത് പറയും വായുവിൽ നിന്നാണ്. വേറൊരു അഭിപ്രായം സയന്റിസ്റ്റുകൾ പറയുന്നത് സ്പേസിൽ നിന്ന് വന്നതാണ് ജീവൻ. ഇതൊക്കെ പറയുന്ന സയന്റിസ്റ്റുകളുണ്ട്. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. ഈ ഓരോ സയന്റിസ്റ്റുകളും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായപ്പെടാൻ കാരണം each and everyone believes the other one is desperately wrong. ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല എവിടുന്ന ജീവൻ ഉണ്ടായത്. ഓരോരുത്തരും പറയാം മറ്റോ പറഞ്ഞ തെറ്റാണ്. അല്ലാഹു കോളിളക്കത്തിൽ
പേടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമ്പോൾ കരയിലേക്ക് വന്നിട്ട് മുഖം തിരിഞ്ഞ് നടക്കുന്നവരോട് വകാനൽ ഇൻസാനു കഫൂറാ, മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവനാണല്ലോ എന്ന് പറയുന്നത് മനുഷ്യനോട് ഷാക്കിറാവണം, നന്ദിയുള്ളവനാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, കുറച്ചാളുകളെ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ. വയദ്ഉൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂലാ. നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ മനുഷ്യൻ ശർറിനു വേണ്ടി ദുആ ചെയ്യുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? പടച്ചവനെ, എനിക്ക് ഇന്ന ജോലി വേണം, ഇന്ന ജോലി വേണം, അവിടെ ആ കമ്പനിയിൽ എനിക്ക് ജോലി വേണം, ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടറായി കയറണം, ആ കമ്പനിയിൽ എനിക്ക് എഞ്ചിനീയർ ആവണം. നിങ്ങൾ ഓരോന്ന് ആലോചിക്കുകയും അത് അള്ളാഹുവിന്റെ മശീഅത്തിന് വിടാതിരിക്കുകയും ചെയ്ത് അള്ളാഹുവേ നീ എനിക്ക് തെരഞ്ഞെടുത്ത് തരണം എന്ന് പറയേണ്ടതിന് പകരം എനിക്ക് അത് വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നതാകാം. നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, അവിടെയുള്ള നിങ്ങളുടെ ഒരു കൊളീഗ്, കൂടെ ജോലി ചെയ്യുന്ന ആള്, അയാളോട് വല്ല കശപിശയുണ്ടായി, അടിപിടി ഉണ്ടായി, വല്ല കൊലപാതകവും നടന്നാൽ നിങ്ങൾക്ക് സങ്കടാവൂലേ? ജോലി വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും. നിങ്ങൾ ആ ജോലിക്ക് കയറി, നിങ്ങളുടെ ദീനും ഇഖ്ലാസും എല്ലാം നഷ്ടപ്പെട്ടു, നിസ്കാരം ഇല്ലാണ്ടായി, നിങ്ങൾക്ക് വഴിവിട്ട ബന്ധങ്ങളായി. ഇങ്ങനെയൊക്കെ ആകുമ്പോ നിങ്ങൾ വിചാരിക്കും ആ ജോലി വേണ്ടില്ലായിരുന്നു. പടച്ചവനെ, എനിക്ക് ഇന്നവളെ തന്നെ കല്യാണം കഴിച്ചു തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അവളിലൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ദാമ്പത്യ സൗഭാഗ്യം അള്ളാഹു നൽകണമെന്നില്ല. ഇന്ന ആള് തന്നെ വേണം എന്റെ ഭർത്താവ് എന്ന് ശാഠ്യം പിടിക്കുമ്പോ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അയാളിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനോട് ഏതൊരു കാര്യവും തീരുമാനിക്കുമ്പോൾ പടച്ച തമ്പുരാനോട് ദുആ ചെയ്യണം. ദുആഉൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന്റെ ദുആ. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, പുണ്യ നബി തങ്ങളെ കുറിച്ച് സ്വഹാബിമാര് പറയുമായിരുന്നു, കാന യുഅല്ലിമുനാ, ഹബീബായ നബി തങ്ങൾ ഇസ്തിഖാറത്തിന്റെ ദുആ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. കമാ യുഅല്ലിമുനാ സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി തങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം ഫഇന്നക തഅലമു വലാ അഅലം വതഖ്ദിറു വലാ അഖ്ദിറു വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, ഇന്നി അസ്തഖീറുക ബിഇൽമിക, നിന്റെ അപാരമായ ഇൽമിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് റബ്ബേ, എനിക്ക് നീ തെരഞ്ഞെടുത്തു തരണം, ഇഖ്തിയാർ നീ ചെയ്യണം റബ്ബേ. എനിക്കെന്താണ് ഖൈർ എന്ന് എനിക്കറിയൂല റബ്ബേ, നീ തെരഞ്ഞെടുത്തു തരണം എനിക്ക് ഖൈറായത്. അങ്ങനെ ചോദിക്കാവൂ. നമ്മൾ എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, കാരണം ഞാൻ അറിവില്ലാത്തവനാണ് അല്ലാഹുവേ, എല്ലാം അറിയുന്നവൻ നീയാണ്. അള്ളാഹുവിന് വരാൻ പോകുന്നത് ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല. ഇത് സൃഷ്ടികൾക്ക് ബാധകമാണ്. കാരണം സൃഷ്ടികൾ ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നുണ്ടായവരാണ്, നാളെ ഇല്ലാത്തവരാണ്. അള്ളാഹു ആണെങ്കിലോ സമയത്തെ പടച്ചവനാണ്. അള്ളാഹു ഖാലിഖുൽ വഖ്തി, ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന ഈ സമയം ഇല്ലാതിരുന്നപ്പോഴും അള്ളാഹു ഉണ്ട്. വകാൻ, അള്ളാഹു അന്നുമുണ്ട്. വലാ യസാലു യകൂൻ, അള്ളാഹു എന്നും ഉണ്ടാകുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല. അള്ളാഹുവിന്റെ ഇൽമ് എല്ലാം ഒരുപോലെയാണ്, പെർഫെക്റ്റ് ആണ്. എല്ലാം അറിയുന്നവനെ റബ്ബേ, നീ എനിക്ക് തെരഞ്ഞെടുത്തു തരണം എന്ന് ഹബീബായ നബി ഞങ്ങൾ ദുആ ഇറക്കാൻ പഠിപ്പിച്ചു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക റബ്ബേ, നീ എനിക്ക് കഴിവ് തരണമേ. എല്ലാ കഴിവും റബ്ബേ നിന്റെ കൈകളിലാണുള്ളത്, നിന്റെ കരങ്ങളിലാണ് എല്ലാ ശക്തിയുമുള്ളത്. വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ്. ഫഇന്നക തഅലമു വലാ അഅലം, നിനക്കറിയാം എനിക്കറിയില്ല റബ്ബേ. വതഖ്ദിറു വലാ അഖ്ദിർ, നിനക്ക് സാധ്യമാണ് എനിക്ക് സാധ്യമല്ല.
വഅൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞു കിടക്കുന്നതും മറയുന്നവനായ സർവജ്ഞനായ അല്ലാഹുവേ. ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി ഫീ ദീനി വദുനിയായ വആഖിബതി അംരി വആജിലിഹി വആജിലിഹി. പടച്ചവനെ, ഞാൻ ഈ മുന്നിടുന്ന വിഷയം, എന്റെ കോഴ്സ്, എന്റെ യൂണിവേഴ്സിറ്റി, എന്റെ കച്ചവടം, എന്റെ മകളുടെ വിവാഹം, എന്റെ വീടിന്റെ തുടക്കം, എന്റെ കച്ചവടത്തിന്റെ ആരംഭം, എന്തോ ആകട്ടെ, ഞാൻ ഈ മുന്നിടുന്ന വിഷയം, ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി, ഇതെനിക്ക് ഖൈറാണെന്നാണ് റബ്ബേ നിന്റെ അറിവിലുള്ളത് എങ്കിൽ, ഫീ ദുനിയായ, ഈ ദുനിയാവിലും, വആഖിബതി അംരി വആജിലിഹി വആജിലിഹി, ഈ ലോകത്തും നാളെ പരലോകത്തും എനിക്കിത് ഗുണമാണെങ്കിൽ, ഫഖ്ദുറുഹു ലീ, എന്നതിനെ തട്ടിമാറ്റേണമേ, വസ്രിഫ്നി അൻഹു, എന്നെ അതിൽ നിന്ന് മാറ്റിത്തരേണമേ, വഖ്ദുർ ലിയൽ ഖൈറ ഹൈതു കുൻത്, ഞാൻ എവിടെയാണെങ്കിലും റബ്ബേ എനിക്ക് ഖൈർ തരേണമേ എന്ന് അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കിത് ഇപ്പൊ വേണം. പടച്ചവനെ, ജോലിക്ക് വിളിച്ചു, PSC വിളിച്ചു, എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, പബ്ലിഷ് ചെയ്തു, എന്റെ നാടിനടുത്ത് ഇന്ന സ്ഥലത്ത് സ്കൂളിൽ വേക്കൻസി ഉണ്ട്, എന്നെ വിളിച്ചില്ലല്ലോ. പേടിക്കരുത്, ഭയപ്പെടരുത്. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ فورب السماء والأرض إنه لقسم مثل ما أنكم تنطقون. അല്ലാഹു രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത്, എന്ത് നിങ്ങൾക്കാവില്ല എന്ന് അല്ലാഹു ജല്ല ജലാലു ഉപരിലോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല. അന്ന ജിബ്രീൽ അലൈഹിസ്സലാം നഫത ഫീ റൗഇ, ജിബ്രീൽ തങ്ങൾ എനിക്ക് വന്ന് ഉത്ബോധനം തന്നു. ഏതൊരു നഫ്സും ആ നഫ്സിന് കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല. മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും, അതിൽ ഒരു ഇഞ്ച് പോലും കുറയില്ലെന്നും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധൃതിപ്പെടരുത്. ഇന്ന ഫീക ഖസുലതൈൻ, അശജ്ജ അബ്ദ് ഖൈസേ, നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട്. യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു, ആ രണ്ട് സ്വഭാവം അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമാണ്. അൽ ഹിൽമു, ഒന്ന് സഹനമാണ്. വൽ അനാ, രണ്ടാമത്തേത് അവധാനതയാണ്. അവധാനതയാണ് കാര്യങ്ങളെ കരുതലോടെ സൂക്ഷ്മതയോടുകൂടെ സമയമെടുത്ത് ചെയ്യുക എന്നതിനാണ് അനാത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ്.